ഫസ്റ്റ് കുറച്ച് ലാഗാണ്, പിന്നെ കുഴപ്പമില്ലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് പറയാനായിട്ട് 3 മണിക്കൂർ മുഷിപ്പിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കാം. കുഴപ്പമില്ല, പറയുന്ന അത്ര ഇതൊന്നും ഇല്ല. കുഴപ്പമില്ല, ആവറേജ്. 3 മണിക്കൂർ നന്നായിരുന്നു, നല്ല സിനിമയായിരുന്നു. സൂപ്പർ, അടിപൊളി. സൂപ്പർ, ഒരു രക്ഷയില്ല, അടിപൊളി. 3 പേര് സൂപ്പർ ആയിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. രജനീകാന്ത് അടിപൊളി, അമീർ ഖാൻ സൂപ്പർ. അമീർ ഖാനൊക്കെ ഒരു രക്ഷയില്ല, ഒടുക്കത്തെ സ്റ്റാഗാണ്. നാഗാർജുന ഒരു രക്ഷയില്ല. ഒന്നും പറ്റില്ല, കട്ട ആവറേജ്, എല്ലാം ആവറേജ്. എങ്ങനെയുണ്ട് 3 മണിക്കൂർ? 3 മണിക്കൂർ പിടിച്ചാണിരുന്നത് എങ്ങനെയെങ്കിലും. അത് നാഗാർജുനന്റെ മാത്രം കൊള്ളാം, ബാക്കി അമീർ ഖാനൊക്കെ പോയി, എല്ലാം പോയി. കട്ട പോറങ്ങിയ കട്ട പോറി. ശ്രുതിഹാസനൊക്കെ എങ്ങനെയുണ്ട്? ഇതിഹാസനൊക്കെ പറയാ ഇല്ല, ഒന്നുമില്ല, എല്ലാം പോയി. നല്ല പടമാണ്, ഒരു ഹൈപ്പ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നല്ല പടമാണ്. ഫസ്റ്റ് ഹൈപ്പിന്റെ ഇതിലാണ് പടം ഡീഗ്രേഡ് ആയി പോകുന്നത്. പിന്നെ ചിലയിടത്തൊക്കെ താഴെ ലോകേഷിന്റെ ഒരു പടത്തിന്റെ ഗ്രാഫ് വെച്ചിട്ടാണെങ്കിൽ, ഇതുവരെയുള്ള പടത്തിന്റെ ഗ്രാഫ് വെച്ചിട്ടാണെങ്കിൽ നല്ല രീതിക്ക് പടം താഴെ, എന്നാൽ അതേപോലെ തിരിച്ചും ചെയ്തിട്ടുണ്ട്. അനിരുദ്ധ് നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ലോകേഷിന്റെ മേക്കിംഗ് ആണെങ്കിലും ഫൈറ്റ് സീനൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടേക്കോ പോയിട്ടുണ്ട്. അമീർ ഖാന്റെ ആവശ്യമില്ല ഹിന്ദി പ്രൊമോഷന് വേണ്ടി കൊണ്ടുവന്നാണെങ്കിൽ പോലും അമീർ ഖാന്റെ ഒരു ആവശ്യം ഈ പടത്തിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള അമീർ ഖാന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും പ്രസന്റ് ചെയ്തേക്കുന്ന രീതി നല്ല രീതിക്ക് എക്സ്പെക്ടേഷൻ വന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. ഫസ്റ്റേ കണ്ടായിരുന്നു, ഫസ്റ്റേ കണ്ടപ്പോഴത്തേക്കും നല്ല ലാഗ് ഫീൽ ചെയ്തായിരുന്നു. നമുക്ക് അറിയാം, ലോകേഷ് പടം നമുക്ക് തോന്നില്ല. ലോകേഷ് പടം വീക്കസ്റ്റ് ലോകേഷ് പടം തന്നെ പറയാം. കൊള്ളാം. ഇരിവേഷൻ ടീംസൊക്കെ അനിരുദ്ധൊക്കെ പീക്കായിരുന്നു. ഓക്കെയാണ്, ഭയങ്കര ഡീഗ്രേഡ് വരുന്നുണ്ടല്ലോ. ഡീഗ്രേഡ് ആണല്ലോ പടം. ഭയങ്കര ഡീഗ്രേഡാണ്. പക്ഷെ അത്രയ്ക്കൊന്നും ആവശ്യമില്ല, കൊള്ളാം. അമീർ ഖാന്റെ സീനൊന്നും വേണ്ടായിരുന്നു, അമീർ ഖാൻ വേണ്ടായിരുന്നു. ഹൈപ്പ് ഇത്രയൊന്നും വേണ്ട. കണ്ടു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് തോന്നില്ല, ഒരു ഹൈപ്പില്ല, സീറോ എക്സ്പെക്ടേഷൻസ് വെച്ച് കൊണ്ട് കാണും. ലോകേഷ് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ലോകേഷിന്റെ എല്ലാ പടം വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര ഇല്ല, പക്ഷെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പറയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയനിൽ അടിപൊളിയാണ്, അടിപൊളി എക്സ്പീരിയൻസ്. പിന്നെ ജസ്റ്റിഫൈഡ് മൊമെന്റ്സ് ഉണ്ട്, ഔട്ട്കംസ് ഉണ്ട്, എല്ലാ ക്യാരക്ടേഴ്സും പെർഫെക്റ്റ്ലി യൂസ്ഡാണ്. പിന്നെ ഒരു ലോകേഷിന്റെ അത്രയും വലിയൊന്നും പറയണില്ല, പക്ഷെ നല്ല പടമായിരുന്നു. എല്ലാം പടമായിരുന്നു. ഈ റിവ്യൂസ് റിവ്യൂ എടുക്കുന്ന ആൾക്കാർ പറയാനായിട്ട് നല്ല പടമായിരുന്നു. ആൾക്കാർ ചുമ്മാ അതിന്റെ പടം മോശമാണെന്ന് പറയാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. നല്ല പടമാണ്, നല്ല പടം. ബാറ്ററി പറഞ്ഞവർക്കൊക്കെ എന്താ പറ്റിയെന്ന് അറിയില്ല, നല്ല പടം. എനിക്ക് കണ്ടോണ്ടിരിക്കാൻ നല്ല പടമാണ്. നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല, എല്ലാ അടിപൊളി. കണ്ടോണ്ടിരിക്കാം. പിന്നെ ഫ്ലാഷ് ബാക്ക് പോസ്റ്റിനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇടയിൽ ഒരു ചെറിയ കഥേനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി 3 മണിക്കൂർ പടമാക്കി. കണ്ടോട്ട് കുഴപ്പമില്ല, ഭയങ്കര പ്രശ്നമൊന്നുമില്ല. പടം ആവറേജ് പോലും പറയാൻ പറ്റില്ല, അത്രയ്ക്കും പടം എനിക്ക് ഭയങ്കര മോശമായിരുന്നു. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ അമീർ ഖാനെ വെറുതെ ഒരു ആവശ്യമില്ലാതെയാണ് അമീർ ഖാനെ കൊണ്ടുവന്നിട്ടുള്ളത്. അമീർ ഖാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു റോളക്സിനായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല. അതുമല്ല ഒരു അമീർ ഖാൻ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെറും അയാളെ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെയാണ് ആക്കിയിരിക്കുന്നത്. അതുപോലെ റോളക്സിന്റെ ഒക്കെ അടുത്തുകൂടെ പോലും അമീർ ഖാൻ വെറും ബോറിംഗ് ആണ്. ആ സിനിമ ബോറിംഗ് എന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ അമീർ ഖാൻ പറഞ്ഞെന്നും പറഞ്ഞൊക്കെ ഇരിക്കും, പക്ഷേ രജനീകാന്തിന്റെ കാലിലാണ് കിടക്കണം അമീർ ഖാൻ. അങ്ങനെയാണ് അമീർ ഖാന്റെ ഒരു രീതി നടക്കുക. അതുകൊണ്ടാണ് റോളക്സ് എന്ന് പ്രതീക്ഷിച്ചത് വെറും ഒരുമാതിരിയാക്കി കളഞ്ഞു. റോളക്സ് പ്രതീക്ഷിച്ചത് ഒരുമാതിരിയാക്കി കളഞ്ഞു. സിനിമ മൊത്തത്തിൽ ആവറേജ് എന്നും പറയാൻ പറ്റും, അതിലും മോശം. സീരിയൽ അങ്ങനെ പറയാൻ പറ്റില്ല. ലോകേഷ് ഈ ചെയ്യുന്ന പോലെ നമുക്ക് മനസ്സിലാക്കും. ലോകേഷിന്റെ മാസ്റ്റർ വിക്രമൊക്കെ വെച്ച് നോക്കി ഇതൊക്കെ ഒന്നും അല്ല. ലോകേഷ് സീരിയൽ എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, നമുക്ക് കണക്ട്. ഏറ്റവും കൂടുതൽ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ശ്രുതിഹാസനാണ്. ശ്രുതിഹാസനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റൂല, അത് അത്രയ്ക്കും അങ്ങ് ആക്കി. ആ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉപേന്ദ്രന്റെ ഒരു എൻട്രിയൊക്കെ അതിലാണ് നമ്മളൊന്ന് കൂവയും ചാടയൊക്കെ ചെയ്തത്. ഉപേന്ദ്രന്റെ എൻട്രി, നാഗാർജുന അത്യാവശ്യം അഭിനയിച്ചിട്ടുണ്ട്. ഉപേന്ദ്രന്റെ എൻട്രി, പിന്നെ സൗബിനും കൊള്ളായിരുന്നു. സൗബിൻ കയറി മാസായിരുന്നു. ശരിക്കും ഭയങ്കര നെഗറ്റീവ് ഡീഗ്രേഡ് കാണല്ലോ. അത് ഡീഗ്രേഡ് അതിന് കാരണമുണ്ട്. കാരണം നമ്മള്
നോർമലി സിനിമ കണ്ടുകൊണ്ടിരിക്കുക, അല്ലാതെ നമ്മൾ ഈ ലോകേഷ് കനകരാജ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഹൈപ്പ് കിട്ടുന്നത്. ഈ വിക്രവും മാസ്റ്റർക്ക് ലോകേഷ് കനകരാജ് ആയിട്ടാണ് നമുക്ക് ഈ ഹൈപ്പ് വരുന്നത്. അത് നമ്മൾ അവർ ഹൈപ്പ് കൊടുത്തെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹൈപ്പ് പറഞ്ഞേക്കണം. അതിന് വെറുതെ ഇതാക്കി വിക്രമൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അതുമല്ല ലോകേഷ് പറഞ്ഞ ഇന്റർവെല്ലിൽ നമ്മൾ എണീറ്റ് ഇന്ന് കൂന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശരിയായിരുന്നു. പോയില്ല കൈദിയൊക്കെ അധികം ലോ ബഡ്ജറ്റ് ആയിരുന്നെങ്കിൽ നമ്മളൊക്കെ കണ്ടിരിക്കും. ഇത് ഹൈ ബഡ്ജറ്റ് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് തിയേറ്ററിൽ ഓടാൻ വഴിയുണ്ടോ? തിയേറ്റർ ഓടും. തിയേറ്ററിലാണ് ഇപ്പം പാർട്ട് 2 ആയിട്ടാണ് ഇത് ക്ലാഷ് വന്നിരിക്കുന്നത്. പാർട്ട് 2 മോശം പറയണ, അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ഓടും. ഇത്ര തന്നെ.